Dear students, welcome to Learner's World. In this video, I'm going to talk about Asangadidar by Kunyala Masilamani, MDC Humanities, 3rd semester, Calcutta University. Summary of Asangadidar, the unorganized. Asangadidar, the unorganized, directed by Kunyala Masilamani, is a short film that forms part of the 2022 Malayalam anthology Freedom Fight, which explores themes of personal and social freedom. അസംഘടിതർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ്. ഇത് 2022 ഒരു മലയാളം ആന്തോളജിൻ്റെ ഫ്രീഡം ഫൈറ്റ് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൽ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഫ്രീഡം ആണ് തീമായിട്ട് വന്നിട്ടുള്ളത്. The film sheds light on the daily struggles of women working in the unorganized sector, particularly saleswomen in small shops along SM Street, കോഴിക്കോട്. ഈ ഒരു ഫിലിമിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീം എന്ന് പറയുന്നത് അതായത് സാധാരണ ഡെയിലി വേജിന് ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അവർ നിത്യം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ജോലി സ്ഥലങ്ങളിൽ. അതായത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ, അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ. ഇതിനെ ആണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ തുറന്ന് കാണിക്കുന്നത്. ഇതിൽ എസ്പെഷ്യലി SM സ്ട്രീറ്റിൽ, കോഴിക്കോട് SM സ്ട്രീറ്റിലെ സെയിൽസ് വിമൺ എന്ന് എടുത്തു പറയുന്നുണ്ട്. It is inspired by real-life incidents where women protested against the lack of sanitation facilities in workplaces. അപ്പോൾ ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു റിയൽ ലൈഫിൽ സംഭവിച്ചൊരു ഇൻസിഡൻ്റാണിത്. ഒരു സ്ത്രീ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, അതായത് ടോയ്ലറ്റ് പോലത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് അവരുടെ ജോലി സ്ഥലത്ത്. The story revolves around a group of saleswomen who work for 10 to 12 hours a day without basic amenities like toilets or adequate breaks. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെയിൽസ് വിമൻ ഉണ്ട്. ഏകദേശം 10 to 12 അവേഴ്സ് വർക്ക് ചെയ്യുന്ന, ഒരു ദിവസം വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വിമൻ ആണ്. അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യാൻ അവരുടെ വർക്ക് പ്ലേസിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തൊരവസ്ഥ, അവർക്ക് ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ, ഈ ഒരു ഷോർട്ട് ഫിലിമിൽ കാണാൻ കഴിയും. സിൻസ് ദർ ആർ നോ റെസ്റ്റ് റൂം ഫെസിലിറ്റീസ് ഇൻ ദെയർ ഷോപ്സ്, ദ വിമൻ ആർ ഫോഴ്സ്ഡ് ടു ബൈ ടീ ഫ്രം നിയർ ബൈ റെസ്റ്റോറൻറ്റ് ജസ്റ്റ് ടു യൂസ് ദെയർ റെസ്റ്റ് റൂംസ്. അവർക്കൊരു അവരുടെ ഷോപ്പിലൊരു റെസ്റ്റ് റൂം ഫെസിലിറ്റി പോലും ഇല്ല. അവർക്കൊന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ പുറത്തുനിന്ന് പോയിട്ട് പുറത്തത്തെ ഒരു ടീ ഷോപ്പിൽ നിന്ന് ചായ വാങ്ങിക്കൊടുന്ന് വേണം അവർക്ക് റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ആഡ്സ് ടു ദെയർ ഫിനാൻഷ്യൽ ബേർഡൻ ആൻഡ് റിഫ്ലെക്ട്സ് ദ ലാർജർ ഇഷ്യൂ ഓഫ് വർക്ക് പ്ലേസ് ജെൻഡർ ഇൻഇക്വാലിറ്റി. അപ്പോൾ ഇത് ഒരു ഫിനാൻഷ്യൽ ബേർഡനാണ് അവരെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തികപരമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ വർക്ക് പ്ലേസിൽ ജെൻഡർ ഇൻഇക്വാലിറ്റിയും കൂടെ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. The protagonist, Shrinda, raises the issue with her employer Prasad, who mocks and dismisses her concerns. അപ്പോൾ ഇതിലെ പ്രൊട്ടഗണിസ്റ്റാണ് ശ്രിന്ദ. അവരുടെ എംപ്ലോയർ ആയിട്ടുള്ള പ്രസാദിനോട് ഈ ഒരു ഇഷ്യൂ വിവരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഒരു പ്രശ്നം അവതരിപ്പിച്ച സമയത്ത് അയാൾ പരിഹസിക്കുകയാണ് ചെയ്തത്. ഫ്രസ്ട്രേറ്റഡ് ഷീ സീക്സ് ഹെൽപ്പ് ഫ്രം വിജി, ദ ഫൗണ്ടർ ഓഫ് പെൺകൂട്ട്, ആൻ ഓർഗനൈസേഷൻ അഡ്വക്കേറ്റിംഗ് ഫോർ വുമൻസ് റൈറ്റ്സ്. അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊട്ടഗണിസ്റ്റ് ശ്രിന്ദ, അവൾ വിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഫൗണ്ടറാണ് വിജി. ഒരു സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് പെൺകൂട്ട്. അപ്പോൾ അവരെ സമീപിച്ചു. When Shrinda and the other women approached the union, they faced resistance and ridicule as the issue is considered irrelevant to male workers. അങ്ങനെ ശ്രിന്ദയും വേറൊരു സ്ത്രീയും കൂടെ ഒരു യൂണിയനെ അപ്രോച്ച് ചെയ്ത്, പക്ഷെ അവർ ഇതിനെ അതായത് വളരെ മോശം രീതിയിൽ അവരെ കളിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇതിനെ നിരസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മെയിൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു പ്രസക്തി ഇല്ലാത്തതാണ്. ഇവഞ്ച്വലി ദേ ആർ ഫയർഡ് ഫ്രം ദെയർ ജോബ്സ് ഫോർ പ്രൊട്ടസ്റ്റിംഗ്. അങ്ങനെ ഈ ഒരു പ്രതിഷേധം നടത്തിയതുകൊണ്ട് തന്നെ അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താനുള്ള ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ജോലി ഇല്ലാതായി എന്നാണ് പറയുന്നത്.
Though the women again employment later their problem persisted. പിന്നീട് ആ സ്ത്രീ വീണ്ടും ജോലി കിട്ടിയ സമയത്ത് വീണ്ടും ഈ പ്രശ്നം അവതരിപ്പിച്ചു. In a powerful scene, Srinda is shown urinating in a bottle inside a trial room, symbolizing the depth of their humiliation. ഒരു പവർഫുൾ സീൻ ഉണ്ട് ഈ ഷോർട്ട് ഫിലിമിൽ. സൃന്ദ ഒരു ബോട്ടിൽ യൂറിനേറ്റ് ചെയ്യുന്നതായിട്ട് അവരുടെ ട്രയൽ റൂമിൽ യൂറിനേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പവർഫുൾ സീനുണ്ട്. ഇതൊക്കെ സിംബലൈസ് ചെയ്യുന്നത് അവരുടെ ഹ്യൂമിലിയേഷൻ, അവരെ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് അപമാനം സഹിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിംബലൈസ് ചെയ്യുന്നത്. Despite official interventions like introduction of e-toilets, the issue remains unresolved. അതായത് ഒഫീഷ്യൽ ഇൻ്റർവെൻഷൻസ്, അതായത് ഔദ്യോഗികപരമായിട്ട് ഉള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, അതായത് ഈ ടോയ്ലറ്റ്സിൻ്റെ ഈ ടോയ്ലറ്റ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. Finally, Vijay and the women decide to build a toilet themselves, and their determination draws public attention, compelling authorities and shop owners to act. അങ്ങനെ അവസാനം വിജയും ഈ ഒരു വേറൊരു വുമണും കൂടി ഒരു ടോയ്ലറ്റ് അവർ സ്വന്തം ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ ആ ഒരു ഡിറ്റർമിനേഷൻ പബ്ലിക്കിൻ്റെ ഇടയിൽ, പൊതുജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ നേടുകയും അത് അതോറിറ്റീസിനെ അറിയിക്കുകയും അതോറിറ്റീസിന് അതൊരു പ്രഷറായി മാറുകയും ഷോപ്പ് ഓണേഴ്സിന് അത് പ്രാവർത്തികമാക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ത്രൂ ഈസ് റോ ആൻഡ് റിയലിസ്റ്റിക് പോർട്രയൽ, Sangadidhar highlights the intersection of gender, class and labor rights, exposing the neglect of women's basic needs in workplaces and the persistence required to bring social change. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ചിത്രീകരണം. ഇതിൽ ജെൻഡർ, ക്ലാസ്, ലേബർ റൈറ്റ്സ് ഒക്കെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് എത്രത്തോളം ഒരു വിവേചനം ഈ വർക്ക് പ്ലേസിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് അവരുടെ ബേസിക് നീഡ്സ് പോലും അവർക്ക് വർക്ക് പ്ലേസിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരവസ്ഥ, അവരെ എത്രത്തോളം അവരെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു സോഷ്യൽ